friends. Okay. അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയുടെ ഒരു പുതിയ സെക്ഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഏത് ചാപ്റ്റർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അതിന്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യൻസിലൂടെ പോകാം. Question number 1. Which hormone promotes internode or petiole elongation in deep water rice plants? അതായത് ഈ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സിലെ ഏത് ഹോർമോൺ ആണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിൽ നമ്മൾ ഓരോ ഹോർമോണിനെ പഠിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ഏത് ഹോർമോൺ ആണ് ഇന്റർനോഡ് അല്ലെങ്കിൽ പീറ്റിയോൾ ഇലോങ്ങേഷന് സഹായിക്കുന്ന ക്വസ്റ്റ്യൻ. ഏത് ഹോർമോൺ ആടാ? എത്തിലിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെ? നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട് എത്തിലിൻ പ്രൊമോട്ട്സ് റാപ്പിഡ് ഇന്റർനോഡ് ഓർ പീറ്റിയോൾ ഇലോങ്ങേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത ഓപ്ഷൻ 4 is the right answer. Next question. Question number 2. In tissue culture experiments, the leaf mesophyll cells are put in a culture medium to form callus. This phenomena may be called as. ആ ഫിനോമിനെ വിളിച്ച പേര് എന്തോ എന്നിട്ട് ടിഷ്യൂ കൾച്ചറിലുള്ള ആ ഫിനോമിനെ വിളിച്ച പേരായിരുന്നു ഡി ഡിഫറൻസിയേഷൻ. എന്താ വിളിച്ചേ? ഡി ഡിഫറൻസിയേഷൻ. അപ്പൊ ആൻസർ ചെയ്തു വരും ഓപ്ഷൻ 3 is the right answer. Next question. Question number 3. Spraying of which of the following phytohormone on juvenile conifers helps in the hastening the maturity period that leads to early seed production? അതായത് ഇതിന്റെ ഏത് ഫൈറ്റോ ഹോർമോൺ, അതായത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഹോർമോൺ ആണ് എന്ത് ചെയ്യുന്നത്? സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? മെച്യൂരിറ്റി പീരീഡ് പെട്ടെന്ന് ഹാസ്റ്റ് ചെയ്തിട്ട് ഏർലി സീഡ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഏത് ഹോർമോൺ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഗിബർലിക് ആസിഡ് ആണ്. ഏത് ഹോർമോൺ ആണ്? ഗിബർലിക് ആസിഡ് ആണ്. ഗിബർലിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? ഏർലി സീഡ് പ്രൊഡക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരുവാടാ ഓപ്ഷൻ 3 is the right answer. ഓക്കെ അല്ലേ? നമ്മൾ ടെസ്റ്റിൽ പറയുന്നുണ്ട് സ്പ്രേയിങ് ജുവനൈൽ കോണിഫേഴ്സ് വിത്ത് ഗിബർലിക് ആസിഡ് hastens the maturity period, thus leading to early seed production എന്ന്. ഓക്കെ അല്ലേ? Next question. Question number 4. The phenomena which is influenced by auxin and also played a major role in its discovery is. ഓക്സിന്റെ ഒരു ഓക്സിന്റെ റോളിന്റെ മേജർ ഡിസ്കവറിക്കും അതുപോലെ തന്നെ ഓക്സിൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫിനോമിന തന്നിട്ടുള്ള ഏതാ? ഫോട്ടോട്രോപ്പിസം അല്ലേ? ഏതാണ്? ഫോട്ടോട്രോപ്പിസം ആണ്. അപ്പൊ ആൻസർ ചെയ്തു വരും ഓപ്ഷൻ 1 ഫോട്ടോട്രോപ്പിസം is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത്? മാച്ച് ചെയ്യാനാണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്സിൻ തന്നിട്ടുണ്ട്, ഗിബർലിൻ തന്നിട്ടുണ്ട്, സൈറ്റോകൈനിൻ തന്നിട്ടുണ്ട്, എഥിലിൻ തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 എന്തൊക്കെയുണ്ട്? പ്രൊമോട്ട്സ് ഫീമെയിൽ ഫ്ലവർ ഫോർമേഷൻ ഇൻ കുക്കുംബർ, ഓവർകമ്മിങ് എപ്പിക്കൽ ഡോമിനൻസ്, ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റാക്സ്, പ്രൊമോട്ട്സ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ. ഇതിൽ പറഞ്ഞേടാ ഓക്സിൻ ഇതിന്റെ അകത്ത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓക്സിൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഏതാ ഉള്ളത്? ഇറ്റ് പ്രൊമോട്ട്സ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ. ഓക്സിൻ എന്ത് ചെയ്യും? പൈനാപ്പിളില് എന്ത് പ്രൊമോട്ട് ചെയ്യും? ഫ്ലവറിംഗ് പ്രൊമോട്ട് ചെയ്യും. ഓക്സിൻസ് പ്രൊമോട്ട് ഫ്ലവറിംഗ് ഏതാണ്? പൈനാപ്പിൾ. എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ള ഏതാ? പൈനാപ്പിൾ ആണ്. അപ്പൊ എ ഏത് വരും? A4 എന്ന് വരും. എ ഏത് വരും ഇവിടെ? A4 എന്ന് വരും. അപ്പൊ എ എന്താ? 4 ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ A4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി ഗിബർലിൻ നോക്കി. ഗിബർലിൻ എന്തോ ചെയ്യുന്നത് തന്നിട്ടുള്ളിൽ? ഇറ്റ് ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റാക്സ്. ഗ്രേപ്പ് സ്റ്റാക്സിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഗിബർലിൻ എന്ത് ചെയ്യും? ഇറ്റ് ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റാക്സ്. അപ്പൊ ബി ഏത് വരും? B3 എന്ന് വരും. ബി ഏത് വരും ഇവിടെ? 3 എന്ന് വരും. ഓപ്ഷനിൽ B3 തന്നെ അല്ലേ? അതെ. ഇനി സൈറ്റോകൈനിൻ എന്ത് ചെയ്യും? ഇറ്റ് ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. എപ്പിക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏത്? സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. സൈറ്റോകൈനിൻ ഹെൽപ്പ് ഇൻ ഓവർകമ്മിങ് ദ എപ്പിക്കൽ ഡോമിനൻസ്. അല്ലെങ്കിൽ അവർ എന്ത് പ്രൊമോട്ട് ന്യൂട്രിയൻ മൊബിലൈസേഷൻ അല്ലെ? വിച്ച് ഹെൽപ്സ് ഇൻ ദ ഡിലേ ഓഫ് ലീഫ് സെൻസസ്. ലീഫ് സെൻസസ് ഡിലേ ചെയ്യുന്ന ന്യൂട്രിയൻ മൊബിലൈസേഷൻ ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സൈറ്റോകൈനിൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ അതിന് വരുന്ന ഏതാ? ഓവർകമ്മിങ് എപ്പിക്കൽ ഡോമിനൻസ്. അപ്പൊ സി ഏത് വരും? C2 എന്ന് വരും. തന്നിട്ടുള്ളിൽ C2 തന്നെ അല്ലേ? അതെ. ഇനി എത്തിലിൻ. എത്തിലിൻ എന്ത് ചെയ്യടാ? ഇറ്റ് പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവർ ഫോർമേഷൻ ഇൻ കുക്കുംബർ. കുക്കുംബറിൽ ഫീമെയിൽ ഫ്ലവർ ഫോർമേഷൻ ആര് പ്രൊമോട്ട് ചെയ്യും? എത്തിലിൻ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഡി ഏത് വരും? D1 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ ഏതാടാ? ഓപ്ഷൻ 2 is the right answer. Next question. Question number 6. Which of the following statement is not correct? തന്നിട്ടുള്ളിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ. ഫേസ് ഓഫ് സെൽ ഇലോങ്ങേഷൻ ഓഫ് പ്ലാന്റ് സെൽസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻക്രീസ്ഡ് വാക്യുലേഷൻ. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. സെൽസ് ഇൻ ദ മെരിസ്റ്റമാറ്റിക് ഫേസ് ഓഫ് ഗ്രോത്ത് എക്സിബിറ്റ് അബണ്ടന്റ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. മെരിസ്റ്റമാറ്റിക് ഫേസിലുള്ള സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അബണ്ടന്റ് ആയിട്ട് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ് അവർക്കുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് ഈസ് ജനറലി ഡിറ്റർമിനേറ്റ് ആണോ? പ്ലാന്റ് ഗ്രോത്ത് നമുക്ക് ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ജനറലി ഇൻഡിറ്റർമിനേറ്റ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ 3 is the right answer. പ്ലാന്റ് ഗ്രോത്ത് ഈസ് മെഷറബിൾ. അത് കറക്റ്റ് അല്ലേ? അത് പ്ലാന്റ് ഗ്രോത്ത് നമുക്ക് മെഷറബിൾ ആണ്. റിലേറ്റീവ് ഗ്രോത്തും അതുപോലെ അബ്സല്യൂട്ട് റിലേറ്റീവ് ഗ്രോത്ത് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിൽ ആൻസർ ചെയ്ത് വരുവാ ഓപ്ഷൻ 3 is the right answer. Next question.
Question number 7. Which one of the following plants does not show plasticity? ഇതിൽ plasticity കാണിക്കാത്തത് പ്ലാന്റ് ഏതാന്നാ ക്വസ്റ്റ്യൻ. നമ്മുടെ നീറ്റ് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ. പറഞ്ഞേടാ ഇതിന്റെ ഏത് പ്ലാന്റ് പ്ലാസ്റ്റിസിറ്റി കാണിക്കാത്തത്? മെയ്സ് ആണ്. നമുക്ക് പഠിക്കാനുള്ള 3 എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. പ്ലാസ്റ്റിസിറ്റി കാണിക്കുന്നതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കോട്ടൺ, കൊറിയാൻഡർ, ബട്ടർ കപ്പ് ഒക്കെ. അപ്പൊ ഇതിൽ വരാത്ത ഏതാ? മെയ്സ് അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 8. The gaseous plant growth regulator is used in plants too. അതായത് gaseous plant growth regulator എന്ന് പറയുന്ന ആരെയാണ്? എത്തിലിനെയാണ്. എത്തിലിനാണ് എന്ത്? gaseous plant growth regulator. അത് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന ക്വസ്റ്റ്യൻ. ഇതിന്റെ ഏതിനാണ് അത് യൂസ് ചെയ്യുന്നതെന്ന്? kill dicotyledon weeds in the fields. അതിനാണോ? അല്ല. സ്പീഡ് അപ്പ് ദി മാൾട്ടിംഗ് പ്രോസസ്. അതാണോ? അല്ല. അത് ഗിബർലിന്റെ ആണ്. പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് എയർ ഫോർമേഷൻ ടു ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ സർഫസ്. അതല്ലേ. അത് എന്ത് ചെയ്യും? റൂട്ട് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? റൂട്ട് എയർ ഫോർമേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യും. അതുവഴി എന്ത് ചെയ്യൂടാ? ടു ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ സർഫസ്. അബ്സോർപ്ഷൻ സർഫസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എതിലിന്റെ ഫംഗ്ഷൻ അല്ലേ. നമ്മൾ പ്രത്യേകം എടുത്തു വരുന്ന സ്റ്റേറ്റ്മെന്റ്. എതിലിൻ ആൾസോ പ്രൊമോട്ട്സ് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് എയർ ഫോർമേഷൻ, thus helping the plants to increase their absorption surface. അപ്പൊ ഇതിന്റെ അകത്ത് gaseous plant growth regulator എത്തിലിന്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഏതാ? ഓപ്ഷൻ 3. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 is the right answer. Help overcome apical dominance. അത് ആരുടെയാണ്? സൈറ്റോകൈന്റെ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 9. Production of cucumber has increased manifold in recent years. Application of which of the following phytohormones has resulted in this increased yield as the hormone is known to produce female flowers in plants? ഇതിൽ ഏത് ഹോർമോൺ ആണ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ പ്ലാന്റ്സ്, അതായത് കുക്കുംബറിന്റെ ഫീമെയിൽ ഫ്ലവേഴ്സിനെ റേസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതെന്ന ക്വസ്റ്റ്യൻ. ഏതായിരുന്നു? ഈൽഡ് കൂട്ടാൻ വേണ്ടി ഫീമെയിൽ ഫ്ലവേഴ്സ്, കുക്കുംബറിലെ ഫീമെയിൽ ഫ്ലവേഴ്സിനെ എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്ന, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ അകത്ത് ഏത് ഹോർമോൺ ആയിരുന്നടാ? എത്തലിൻ ആയിരുന്നല്ലേ. എത്തലിന്റെ ഫംഗ്ഷൻ ആയിരുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 4 is the right answer. Next question. Question number 10. The living differentiated cells that lose the capacity to divide anymore can regain the capacity of division under certain conditions. This phenomena is named as. അതായത് ലീവ് ചെയ്യുന്ന ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ്. അവർ എന്ത് ചെയ്യുന്നു? ഇടയ്ക്ക് വെച്ച് കപ്പാസിറ്റി ടു ഡിവൈഡ് എന്ത് ചെയ്യുന്നു? ലോസ് ചെയ്യുന്നു. അവരുടെ ഡിവിഷൻ കപ്പാസിറ്റി ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ റീഗെയിൻ ചെയ്യുന്നു. സർട്ടൻ കണ്ടീഷൻ കൊണ്ട് റീഗെയിൻ ചെയ്യുന്നു. ഈ ഫിനോമിനെ വിളിച്ച പേര് എന്തായിരുന്നു? എന്തായിരുന്നടാ ഈ ഫിനോമിനെ വിളിച്ച പേര്? ദാറ്റ് ഫിനോമിന ഇസ് കാൾഡ് ഡീഡിഫറൻസിയേഷൻ. ഡീഡിഫറൻസിയേഷൻ എന്നായിരുന്നു വിളിച്ചത്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 4 is the right answer. Next question. Question number 11. Which hormone is used to induce immediate stomatal closure in leaves? ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റൊമാറ്റൽ ക്ലോഷർ, സ്റ്റൊമാറ്റയുടെ ക്ലോഷറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺ, അതിന്റെ ഇതിനെ റിഗാർഡ് ചെയ്യുന്ന ഹോർമോൺ ഏതായിരുന്നടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്സിസിക് ആസിഡ് ആയിരുന്നു അല്ലെ. അബ്സിസിക് ആസിഡ് ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യും? അതിനെ സ്ട്രെസ് ഹോർമോൺ എന്നൊക്കെ വിളിക്കും. കാരണം എന്താ? ഇറ്റ് ഇൻക്രീസസ് ദി ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ്. പല സ്ട്രെസ്സിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ടോളറൻസ് പ്ലാന്റ്സിന് കൊടുക്കുന്ന ആരായിരുന്നു? അബ്സിസിക് ആസിഡ് ആയിരുന്നു അല്ലെ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 is the right answer. Next question. Question number 12. Removal of apical dominance by decapitation is utilized for. അതായത് എപ്പിക്കൽ ഡോമിനൻസിനെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു ബൈ ഡീകാപിറ്റേഷൻ. അത് യൂട്ടിലൈസ് ചെയ്തത് ആരിലായിരുന്നാ? ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ. എന്തിനാണ് ഇത് യൂട്ടിലൈസ് ചെയ്തത്? ഹെഡ്ജ് മേക്കിങ്ങിനായിരുന്നു അല്ലെ. എന്തിനായിരുന്നു ഇത് യൂട്ടിലൈസ് ചെയ്തത്? ഹെഡ്ജ് മേക്കിങ്ങിനായിരുന്നു. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3. ഹെഡ്ജ് മേക്കിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 12. Removal of apical dominance by decapitation is utilized for. Removal of shoot tips. അതിനെ എന്ത് വിളിച്ച? ഡീകാപിറ്റേഷൻ എന്ന് വിളിച്ച. അത് എന്തിനാ റിസൾട്ട് ചെയ്തിട്ട്? റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്തിനെ അത് എന്ത് ചെയ്തു? റിസൾട്ട് ചെയ്തിട്ട് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. ഇത് റിമൂവ് ചെയ്തപ്പോൾ ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്ത് എന്ത് ചെയ്തു? അത് ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ അത് എന്ത് ചെയ്തു? സ്റ്റിമുലേറ്റ് ചെയ്തു. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. അത് എവിടെയാണ് നമ്മൾ വൈഡ്ലി ആപ്ലിക്കേബിൾ ആയിട്ടുള്ളത്? ടീ പ്ലാന്റേഷൻസും ഹെഡ്ജ് മേക്കിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇവിടെ ഓപ്ഷൻ വരുന്ന ഏത് വരും? ഓപ്ഷൻ 3 ഹെഡ്ജ് മേക്കിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. വേറെ ഒന്നും കൂടെ ഉള്ളത് ഏതാ? ടീ പ്ലാന്റേഷൻ. ടീ പ്ലാന്റേഷനിലൊക്കെ ഇത് എന്തായി? ഇൻഫ്ലുവൻസ്ഡ് ആയി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 30. Which of the following growth regulators is an adenine derivative? തന്നിട്ടുള്ളിൽ അഡിനിൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഏതാന്നാ ക്വസ്റ്റ്യൻ. പറഞ്ഞു ഇതിന്റെ അകത്ത് ഏതാണ് അഡിനിൻ ഡെറിവേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ? സൈറ്റോകൈനിൻ ആണ് അല്ലെ. സൈറ്റോകൈനിൻ നമ്മൾ ഡിസ്കവേർഡ് ചെയ്ത് എങ്ങനെയായിരുന്നു? കൈനറ്റിൻ ആയിട്ടായിരുന്നു. അതെന്താണ്? മോഡിഫൈഡ് ഫോം ഓഫ് അഡിനിൻ. പ്യൂരിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആയിരുന്നു അല്ലെ അഡിനിൻ എന്ന് പറയുന്ന പ്യൂരിന്റെ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2 സൈറ്റോകൈനിൻ is the right answer. Next question. Question number 40. The phenomena by which the undividing parenchyma cell starts to divide mitotically during plant tissue culture is called. നമ്മൾ നേരത്തെ പറഞ്ഞു അൺഡിവൈഡ് ചെയ്തിട്ട്
പിന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ ആ ഡിവിഷൻ കപ്പാസിറ്റി ലോസ് ചെയ്തിട്ട് പിന്നെ സെർട്ടൻ കണ്ടീഷനിൽ റീഗെയിൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിച്ച പേര് എന്തായിരുന്നു, ഡി ഡിഫറൻസിയേഷൻ എന്നായിരുന്നു. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2, ഡി ഡിഫറൻസിയേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 15. The ability of plants to follow different pathways in response to environment leading to formation of different kinds of structures are called. എബിലിറ്റി അതായത് പ്ലാന്റ്സിന്റെ എബിലിറ്റി എന്താ, ടു ഫോളോ ഡിഫറെന്റ് പാത്വേസ്, അതായത് എൻവയോൺമെന്റിനനുസരിച്ച് എൻവയോൺമെന്റിന്റെ റെസ്പോൺസിനനുസരിച്ച് ഡിഫറെന്റ് പാത്വേസ് ഫോളോ ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക. ആ ഒരു എബിലിറ്റി, ആ ഒരു പ്ലാന്റ്സിന്റെ ആ ഒരു എബിലിറ്റി വിളിച്ച പേര് എന്തായിരുന്നടാ, പ്ലാസ്റ്റിസിറ്റി. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3, പ്ലാസ്റ്റിസിറ്റി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 16. The plant hormone used to destroy weeds in a field is. വീഡ്സ് അതായത് ഒരു ഫീൽഡില്ല, നമ്മുടെ പാഡി ഫീൽഡോ അങ്ങനെയുള്ള ഫീൽഡില്ല, കാർഷിക സ്ഥലം, ആ ഒരു ഫീൽഡില് വീഡ്സിനെ അതായത് വേണ്ടാത്ത കളകളിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത പ്ലാന്റ് ഹോർമോൺ ഏതാന്നാ ചോദിച്ചത്. ഏതായിരുന്നു ആ പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത്, 2,4-D ആയിരുന്നു അല്ലെ. 2,4-ഡൈക്ലോറോ ഫീനോക്സി അസെറ്റിക് ആയിരുന്നു എന്താ യൂസ് ചെയ്തത്, നമ്മൾ വീഡ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. അത് ഏതിലുള്ളതാ, ഓക്സിനിൽ വരുന്നതാ അല്ലെ, എന്തിൽ വരുന്നതാ, ഓക്സിനിൽ വരുന്നതാണ്. സിന്തറ്റിക് ഓക്സിൻ എക്സാമ്പിൾ ആണ് എന്ത്, 2,4-Dയും NaA. അപ്പൊ അതിൻ്റെ അകത്ത് വീഡ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ആരാ, 2,4-D ആണ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 1, 2,4-D is the right answer. Okay അല്ലേ. Next question. Question number 17. Plant follows different pathways in response to environment or phases of life to form different kinds of structures. ആ എബിലിറ്റി വിളിച്ച പേര് എന്തായിരുന്നു, നമ്മൾ ഇപ്പൊ കൂടെ പറഞ്ഞ ഏതായിരുന്നു, പ്ലാസ്റ്റിസിറ്റി. അത് കണ്ടോ, 2 തവണ വീണ്ടും ചോദിച്ചല്ലേ. അപ്പൊ ഇത് ഏതാ, പ്ലാസ്റ്റിസിറ്റി ആണ്. ആ ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. Next question. Question number 18. The site of perception of light in plants during photoperiodism is. ഫോട്ടോപീരിയോഡിസത്തിന്റെ സമയത്ത് ലൈറ്റിനെ പ്രിസെപ്ഷൻ ചെയ്യാൻ പറ്റുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ലീഫാണ്. അവിടെ വെച്ചാൽ ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ ഒക്കർ ചെയ്യുന്നത്. അപ്പൊ അത് നടക്കുന്ന എവിടെയാണ്, ലീഫിലാണ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 2, ലീഫ് is the right answer. Next question. Question number 9. Which of the following is not an inhibitory substance governing seed dormancy? സീഡ് ഡോർമൻസി ഗവൺ ചെയ്യുന്ന ഒരു ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് അല്ലാത്തത്, അതായത് സീഡ് ഡോർമൻസിയെ ഇൻഹിബിറ്റ് ചെയ്യാത്ത ഒരു ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ഇതിന്റെ അകത്ത് ഏതാണെന്ന ക്വസ്റ്റ്യൻ. ഏതാ, ഗിബെർലിക് ആസിഡ് ആണ്. ഗിബെർലിക് ആസിഡ് എന്തോ ചെയ്യുന്നത് എന്നിട്ട്, അത് ലീഡ്സ് ടു എയർലി സീഡ് പ്രൊഡക്ഷൻ അല്ലെ. അത് എന്ത് ചെയ്യും, മെച്യൂരിറ്റി പീരീഡ് ഹാസ്റ്റൈൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, എയർലി സീഡ് പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്ന ആര്, ഗിബെർലിക് ആസിഡ്. ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 4 is the right answer. Next question. Question number 20. Name the plant growth regulator which upon spraying on sugarcane crop, ഷുഗർകെയിൻ ക്രോപ്പിലോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം. അതെന്ത് ചെയ്യും, ആ ഷുഗർകെയിൻ സ്റ്റെമ്മിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് ഷുഗർകെയിൻ ക്രോപ്പ്. ഷുഗർകെയിൻ ക്രോപ്പിന്റെ ഈൽഡ് ഒക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഏതായിരുന്നടാ, ഗിബെർലിൻ. ഗിബെർലിൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഷുഗറിൽ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ എന്ത് ചെയ്യും, സ്റ്റെമ്മിന്റെ ലെങ്ത് എന്ത് ചെയ്യും, കൂടും. സ്റ്റെമ്മിന്റെ ലെങ്ത് കൂടും. അതുപോലെ തന്നെ എന്ത് ചെയ്യട്ടെ, നമ്മുടെ പ്രൊഡക്ഷൻ ഷുഗർകെയിനിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അങ്ങനെ കൂടുകയും ചെയ്യും അല്ലെ. അപ്പൊ ആൻസർ ചെയ്ത് വരുവാ ഇവിടെ ഓപ്ഷൻ 1 is the right answer. ഓക്കെ അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഗിബെർലിക് ആസിഡ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ട് പ്രൊമോട്ട്സ് ബോൾട്ടിങ് പ്രൊമോട്ട് ചെയ്യും ബീറ്റിലും കാബേജിലും ഒക്കെ. അതുപോലെ തന്നെ പിന്നെ അത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അതെന്ത് ചെയ്യും, മെച്യൂരിറ്റി പീരീഡ് ഹാസ്റ്റൈൻ ചെയ്തിട്ട് എയർലി സീഡ് പ്രൊഡക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ ഓപ്ഷൻ 1. Question number 21. Who coined the term kinetic? Kinetic എന്ന് പറയുന്ന term coin ചെയ്ത ആരായിരുന്നടാ, സ്കൂഗും മില്ലറും ആയിരുന്നു. ആരൊക്കെയായിരുന്നു, സ്കൂഗും മില്ലറും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 1 is the right answer. Next question. Question number 22. Inhibitory substance in dormant seeds cannot be removed by subjecting seeds to. Inhibitory substance എന്ന് പറയുമ്പോൾ ഏതാ, അബ്സിസിക് ആസിഡ്. ഇതിന്റെ അകത്ത് അബ്സിസിക് ആസിഡിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്തത് ആർക്കാന്ന ക്വസ്റ്റ്യൻ അല്ലെ. ഗിബെർലിക് ആസിഡിന് പറ്റും, നൈട്രേറ്റിന് പറ്റും, ചില്ലിംഗ് കണ്ടീഷൻസ് വഴിയും പറ്റും. അപ്പൊ ഇതിൽ പറ്റാത്തത് ആര് മാത്രമേ ഉള്ളൂ, അസ്കോർബിക് ആസിഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 is the right answer. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 23. Question നോക്കി, മാച്ച് ദ ഫോളോയിങ് കൺസേണിംഗ് ദ ആക്ടിവിറ്റി ഓഫ് ഫംഗ്ഷൻ ആൻഡ് ദ ഫൈറ്റോ ഹോർമോൺ ഇൻവോൾവ്. ഫൈറ്റോ ഹോർമോൺ ഇൻവോൾവ് ചെയ്തതും അതിന്റെ ഫംഗ്ഷനും തമ്മിൽ റിലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഫ്രൂട്ട് റൈപ്പണർ. ഫ്രൂട്ട് റൈപ്പണർ എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഏത് വരും, ഫ്രൂട്ട് റൈപ്പണർ എന്ന് പറയുമ്പോൾ ഏതാണ്, എത്തോഫോൺ ആണ് അല്ലെ. എത്തിഫോൺ ആണ് എന്ത് ചെയ്യുന്നത്, ഫ്രൂട്ട് റൈപ്പണർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് വരും, A4 എന്ന് വരും. ഏത് വരും, A4 എന്ന് വരും. അപ്പൊ A4 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി ഹെർബിസൈഡ്.
അതായത് വീഡ്സിനെ നശിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ 2,4-D അല്ലേ? അപ്പൊ ബി ഏത് വരും? B3 എന്ന് വരും. A4ഉം B3 അങ്ങനെയുള്ള എത്ര ഓപ്ഷൻ ഉണ്ടടാ? ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 3 is the right answer. ഇനി ബോൾട്ടിംഗ് ഏജന്റ്, ബോൾട്ടിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഇത് ഏതാ യൂസ് ചെയ്യുന്നത്? ഗിബർലിക് ആസിഡ് Ga3 ആണ്. അപ്പൊ സി ഏത് വരും? 2 എന്ന് വരും. സ്ട്രെസ് ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡ് ആണ്. അപ്പൊ ഡി ഏത് വരും? D1 എന്ന് വരും. C2D1. അപ്പൊ ആൻസർ ഏത് തന്നെ? ഓപ്ഷൻ 3 is the right answer. Next question. Question number 24. It takes a very long time for pineapple plants to produce flowers. Which combination of hormones can be applied to artificially induce flowering in pineapple plants throughout the year to increase yield? നമ്മുടെ പൈനാപ്പിൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യും? ഒരുപാട് സമയം എടുക്കും ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ. അപ്പൊ ഏത് കോമ്പിനേഷൻ ഓഫ് ഹോർമോൺ, നമ്മളൊരു ഹോർമോൺസിന്റെ കോമ്പിനേഷൻ എന്ത് ചെയ്ത് അതിന്റെ അകത്ത് ആഡ് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്ത് ആർട്ടിഫിഷ്യലി അതിന്റെ അകത്ത് ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറ്റി? ഈൽഡ് കൂട്ടാനും പറ്റി. അങ്ങനെയുള്ള രണ്ട് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന ക്വസ്റ്റ്യൻ. ഏതൊക്കെയായിരുന്നു? ഓക്സിനും എത്തലീനും. ഓക്സിനും എത്തലീനും നമ്മൾ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് ഫ്ലവറിങ് നടക്കും. അതുപോലെ നമുക്ക് ഈൽഡ് കൂട്ടാനും പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ 2 is the right answer. Next question. Question number 25. What is the site of perception of photoperiodism necessary for induction of flowering plants? ഫോട്ടോപീരിയോഡിസത്തിന്റെ സൈറ്റ് ഏതാ? ലീവ്സ് അല്ലേ? അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 1 is the right answer. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? 2 തവണ ചോദിച്ചിട്ടുണ്ട്. Next question. Question number 26. Removal of shoot tips is a very useful technique to boost the production of tea leaves. This is because അതായത് ഷൂട്ട് ടിപ്സിന്റെ റിമൂവൽ എന്താണ്? വളരെ യൂസ്ഫുൾ ആണ്. എന്തിനാ? ടീ ലീവ്സിനൊക്കെ, ടീ പ്ലാന്റേഷനും അതുപോലെ ഹെഡ്ജ് മേക്കിങ്ങിനും ഒക്കെ. ഇതിന്റെ കാരണം എന്താന്ന ക്വസ്റ്റ്യൻ. ഇതിന്റെ കാരണം എന്താടാ? ഓക്സിൻ, എഫക്ട് ഓഫ് ഓക്സിൻ റിമൂവ് ചെയ്ത ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ അതാണ് എന്ത്? ഡീകാപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്? ടീ പ്ലാന്റേഷന്റെ, ടീ ലീവ്സിലൊക്കെ എന്ത് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റിയത്. ലാറ്ററൽ ബഡ്സിന്റെ എൻഹാൻസ്മെന്റ് ഉണ്ട്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 3 is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 27. In order to increase the yield of sugarcane crops, which of the following plant growth regulators should be sprayed? പറ, sugarcane crops ന്റെ yield, സ്റ്റെമ്മിന്റെ ലെങ്ത് കൂട്ടി അതിന്റെ yield കൊണ്ടുപോയി ഏത് plant growth regulator ആണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്? ഗിബർലിൻസ്. ഓപ്ഷൻ 3 ഗിബർലിൻസ് is the right answer. ഓക്കെ അല്ലേ? ഇത് കണ്ടോ, ഇപ്പൊ 2ഉം 3ഉം വെട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 28. Auxin can be bioassayed by. Auxin എങ്ങനെയാണ് ബയോഅസൈൻ ചെയ്യാൻ പറ്റുന്നത്? It can be bioassayed by എങ്ങനെയാണ്? Avena coleoptils curvature. Avena coleoptils curvature വഴിയാണ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 1 is the right answer. Next question. Question number 29. What causes a green plant exposed to the light on only one side to bend towards the source of light as it grows? അതായത് ഒരു സൈഡിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ഇത് ചെയ്യുന്നെങ്കിൽ ആ ഒരു സൈഡിലോട്ട് എന്ത് ചെയ്യും? ആ പ്ലാന്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ആ ഒരു സൈഡിലോട്ട് എന്ത് ചെയ്യും? അത് വളരാൻ തുടങ്ങും. അതിന്റെ റീസൺ എന്താന്നാ ക്വസ്റ്റ്യൻ. അതിന്റെ റീസൺ എന്താ? ഓക്സിൻ എന്ത് ചെയ്യും? ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആ ലൈറ്റ് അടിക്കാത്ത ഷെയ്ഡഡ് സൈഡിൽ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ സെൽ ഇലോങ്ങേഷൻ എന്ത് ചെയ്യും? കൂട്ടും. അങ്ങനെ സെൽ ഇലോങ്ങേഷൻ, ആ ഷെയ്ഡഡ് റീജിയനിൽ സെൽ ഇലോങ്ങേഷൻ കൂടുമ്പോൾ അത് പയ്യെ പയ്യെ ആ ലൈറ്റ് അടിക്കുന്ന സ്ഥലത്തോട്ട് എന്ത് ചെയ്യും? നീണ്ട് നീണ്ട് പോകാൻ തുടങ്ങും. ആ സൈഡിലോട്ട് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ 4 is the right answer. Next question. Question number 30. ഇത് ടിപ്പിക്കൽ ഗ്രോത്ത് കർവ് ഇൻ പ്ലാന്റ്സ് ഈസ്. അതായത് എന്താ? ഗ്രോത്ത് കർവ്, ടിപ്പിക്കൽ ഗ്രോത്ത് കർവ്, പ്ലാന്റ്സിന്റെ ഒരു ടിപ്പിക്കൽ ഗ്രോത്ത് കർവ് എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പ് ആയിരിക്കും? നമ്മൾ പഠിച്ചത് ഏത് ഷേപ്പാണ്? സിഗ്മോയിഡ് ഷേപ്പ് ആണ്. ഏത് ഷേപ്പാണ് മക്കളെ? സിഗ്മോയിഡ് ഷേപ്പ് ആണ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 1 is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 30. ഇത് ടിപ്പിക്കൽ ഗ്രോത്ത് കർവ് ഇൻ പ്ലാന്റ്സ് ഈസ്. അതായത് ഒരു പ്ലാന്റ്സിലെ ടിപ്പിക്കൽ ഗ്രോത്ത് കർവിന്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഏത് ഷേപ്പാണ് നമ്മൾ പഠിച്ചത്? ഏതാ? സിഗ്മോയിഡ് ഷേപ്പ് ആണ്. ഏത് ഷേപ്പാണ്? സിഗ്മോയിഡ് ഷേപ്പ് ആണ്. അതിന്റെ ഡയഗ്രാം എങ്ങനെയായിരുന്നു? നമ്മൾ ഗ്രാഫ് വരച്ച എങ്ങനെയായിരുന്നു ഇതിന്റെ ഡയഗ്രാം? ഇവിടെ എന്തുമായിരുന്നു? ടൈം. ഇവിടെ എന്തായിരുന്നു? സൈസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ഓർഗൻ സൈസ്. അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെയാ വന്നത്? ഗ്രാഫ് വന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എക്സ്പോണൻഷ്യൽ രീതിയിൽ ഇങ്ങനെ വന്നു അല്ലെ? ഇതെന്താണ്? സ്റ്റേഷനറി ഫേസ് ആണ്. ഇത് സ്റ്റേഷനറി ഫേസ് ആണ്. ഇതെന്തായിരുന്നു? എക്സ്പോണൻഷ്യൽ ഫേസ് ആയിരുന്നു. ഇത് എക്സ്പോണൻഷ്യൽ ഫേസ്. ഇതെന്താണ്? ലാഗ് ഫേസ്. ലാഗ് ഫേസ്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏതാ? ഏത് ഷേപ്പാണ്? സിഗ്മോയിഡ് ഷേപ്പ് ആണ്. ഓപ്ഷൻ 1 is the right answer.